സ്വകാര്യ ഭാഗങ്ങൾ യുവതിയെ കാണിച്ച സിജോ ജോയ് മേച്ചേരി പാതിരിക്ക് നഷ്ടപ്പെട്ടത് 41,52,000 രൂപ. വികാരമൂത്ത വികാരിയച്ഛന്മാർ പെണ്ണുകേസുകളിൽപ്പെട്ട് കാശും മാനവും പോകുന്നത് ഇതാദ്യമായല്ല. അതിലൊരു പുതുമയുമില്ല. എന്നാൽ 2025 ആണ്ട് പുതുവത്സര മാസത്തിൽ തന്നെ ക്ലീൻ ഷേവ് ചെയ്ത ഒരു നല്ലൊരു പാതിരിക്കുട്ടൻ തേൻകണിയിൽ ഒട്ടി മാനവുമൊപ്പം 41.5 ലക്ഷവും പോയത് ഈ വർഷം ഇതാദ്യം. ജനുവരിയിൽ തന്നെ മധ്യതിരുവിതാംകൂറിൽ ആദ്യ വിക്കറ്റ് വീണല്ലോ എൻ്റെ സെബസ്ത്യാനോസ് പുണ്യാള. അതിശ്രേഷ്ഠ കത്തോലിക്ക സഭയുടെ CMI എറണാകുളം പ്രൊവിൻസിലെ വരാപ്പുഴ വില്ലേജിൽ കൊന്നമാവ് മേച്ചേരി തറവാട്ടിൽ പരേതനായ ജോയിയുടെ മകൻ 41-കാരനായ സുമുഖനും സുന്ദരനും നല്ല ചിരിയുള്ളവനുമായ ഫാദർ സിജോ മേച്ചേരി CMIയുടെ 41.5 ലക്ഷം രൂപയാണ് 25-കാരിയായ നേഹ ഫാത്തിമ കൊണ്ടുപോയത്. കളിച്ച് വന്ന് പാതിരിക്കിട്ട് പോലും എൻ്റെ കല്ലറങ്ങാട്ട് ബിഷപ്പേ അങ്ങ് കാണുന്നില്ലേ ഇതൊക്കെ? ആ നിലവിളി ശബ്ദമൊന്ന് ഉച്ചത്തിലിടൂ. തിരുസഭയ്ക്കെതിരെയുള്ള ഒരു സംഘടിത ആക്രമണമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഫോൺ പ്ലേ ഇതുപോലൊരു കെണിയാകുമെന്ന് സിജോ മേച്ചേരി പാതിരി സ്വപ്നത്തിൽ പോലും കരുതിയില്ലത്രേ. പാതിരി ജന്മം കൊണ്ട് എറണാകുളം സ്വദേശിയാണെങ്കിലും നിലവിൽ കർമ്മമണ്ഡലം കോട്ടയം ജില്ലയിലെ TV പുരം കൂത്രപ്പള്ളി മൂത്തേടത്തുകാവ് സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ആശ്രമം അന്തേവാസിയും CMI സഭയുടെ അധീനതയിലുള്ള പ്രമുഖ CBSE സ്കൂളായ വൈക്കം മൂത്തേടത്തുകാവ് അമലവാലി രാജഗിരി അമല CMI പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പലുമാണ്. തേനിലൊട്ടിയത് അത്ര ചെറിയ പുള്ളിയൊന്നുമല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തയെല്ലാം ഇപ്രകാരമായിരുന്നു. ഒരേ അച്ചിൽ വാർത്ത മാതിരി. വൈദികനെ ഹണി ട്രാപ്പിൽ കുടുക്കി സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി 41,52,000 രൂപ തട്ടിയെടുത്തു. യുവതിയും സുഹൃത്തും പിടിയിൽ. വൈക്കം ഹണി ട്രാപ്പിൽ കുടുക്കി വൈദികനിൽ നിന്ന് 41,52,000 രൂപ തട്ടിയെടുത്ത യുവതിയും സുഹൃത്തും പിടിയിൽ. ബംഗളൂരു സ്വദേശികളായ നേഹ ഫാത്തിമ 25 വയസ്സ്, സുഹൃത്ത് സാരഥി 23 വയസ്സ് എന്നിവരെയാണ് വൈക്കം പോലീസ് അറസ്റ്റ് ചെയ്തത്. വൈദികൻ പ്രിൻസിപ്പലായ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ഒഴിവുണ്ടോ എന്ന് ഫോണിലൂടെ അന്വേഷിച്ച് യുവതി സൗഹൃദം സ്ഥാപിച്ചു. തുടർന്ന് വീഡിയോ കോളിലൂടെ സ്വകാര്യ ദൃശ്യങ്ങൾ കൈക്കലാക്കി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇരുവരും ചേർന്ന് 2023 ഏപ്രിൽ മുതൽ പലതവണകളിലായി 41,52,000 രൂപ കൈക്കലാക്കി. തുടർന്നും പണം ആവശ്യപ്പെട്ടതോടെയാണ് വൈദികൻ പരാതി നൽകിയത്. പരാതിയെ തുടർന്ന് വൈക്കം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് അന്വേഷണത്തിൽ ഇവരെ പിടികൂടുകയുമായിരുന്നു. വൈക്കം സ്റ്റേഷൻ SI ജയകൃഷ്ണൻ, കുര്യൻ മാത്യു, CPOമാരായ നിതീഷ്, ജോസ്മോൻ, സനൽ, മഞ്ജു, നെയ്തിൽ ജ്യോതി എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇരുവരെയും റിമാൻഡ് ചെയ്തു. ഈ വാർത്തയിൽ പ്രതികൾ എന്ന് പറയുന്ന നേഹ ഫാത്തിമയുടെയും സുഹൃത്ത് സാരഥി എന്ന് പറയുന്ന ആളുടെയും ഫോട്ടോയും വിവരങ്ങളും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. വാർത്തയിൽ തൻ്റെ സ്വകാര്യ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി പണം നഷ്ടപ്പെട്ട വൈദികൻ്റെ യാതൊരു വിവരങ്ങളോ ഫോട്ടോയോ ഒരൊറ്റ മാധ്യമങ്ങളും നൽകിയില്ല. അതുകൊണ്ട് തന്നെ ITV ന്യൂസ് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തുകയും ഞങ്ങളുടെ അന്വേഷണത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച കാര്യങ്ങളുമാണ് ഇന്ന് ITV ന്യൂസ് പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. അച്ചോ, ചെറിയ പണി വല്ലതും ഉണ്ടോ അച്ചോ എന്ന് 25-കാരിയായ നേഹ ഫാത്തിമ മേനാച്ചേരി പാതിരിയോട് ചോദിച്ചപ്പോൾ പുള്ളിക്ക് പറ്റാവുന്ന തരത്തിലുള്ള ഒരു പണി കൊടുത്തു. അവസാനം അവളൊരു മുട്ടൻ പണിയും തിരിച്ചു കൊടുത്തു. അവസാനം അകത്തുമായി. ഇനി വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ഹണി ട്രാപ്പിൽപ്പെട്ട് പണം പോയ സിജോ ജോയ് മേനാച്ചേരി പാതിരിയുടെ വിശദാംശങ്ങൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നുവല്ലോ. 41.5 ലക്ഷം രൂപ ഒരു സുപ്രഭാതത്തിൽ വന്ന് യുവതിയും സുഹൃത്തും വന്ന് പാതിരിയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു കൊണ്ടുപോവുകയല്ലായിരുന്നു. പാതിരി യുവതിയിട്ട ഇരയിൽ കൊത്തി മാസങ്ങളോളം സൗഹൃദത്തിലായി ആസ്വദിച്ചു. ദിവസവും മണിക്കൂറുകളോളം സെക്സ് ചാറ്റിൽ ഏർപ്പെടുകയും പരസ്പരം നഗ്നത കാണിച്ച് വീഡിയോ കോളിലൂടെ കാണിക്കാവുന്ന അഭ്യാസമെല്ലാം കാണിക്കുകയും ചെയ്യുകയുണ്ടായി എന്ന് യുവതി തന്നെ വെളിപ്പെടുത്തുന്നു. പാതിരി സ്വപ്നത്തിൽ പോലും കരുതിയില്ല യുവതി തൻ്റെ നഗ്ന വീഡിയോകളും സംഭാഷണങ്ങളും വിക്രിയകളുമെല്ലാം റെക്കോർഡ് ചെയ്ത് ഒടുക്കം 8ൻ്റെ പണി തരുമെന്ന്. യുവതി പറഞ്ഞ സ്ഥലത്ത് കൂദാശയ്ക്ക് പോയ പാതിരിയുടെ ദൃശ്യങ്ങളടക്കം അവർ കൈക്കലാക്കിയെന്നാണ് വിവരം. ഇതിന് ശേഷമാണ് യുവതിയുടെ സുഹൃത്ത് എന്ന പേരിൽ കൃഷ്ണജിത്ത് എന്നയാൾ രംഗപ്രവേശം ചെയ്യുന്നത്. പിന്നീട് ഇവർ രണ്ടും കൂടി ചേർന്നാണ് പലപ്പോഴായി പാതിരിയുടെ കയ്യിൽ നിന്നും 41.5 ലക്ഷം രൂപ കവർന്നത്. ഇപ്പോൾ പിടിക്കപ്പെട്ടുകൊണ്ട് ഈ തുകയിൽ നിന്നു. അല്ലായിരുന്നുവെങ്കിൽ CMI സഭ മൊത്തത്തിൽ രണ്ടും കൂടി വീലി ഫിറ്റ് ചെയ്ത് ഉരുട്ടിക്കൊണ്ടുപോയേനെയും പാതിരി പുറകെ തള്ളിക്കൊണ്ടും പോയേനെയും. പാതിരിയുടെ നൂൽബന്ധമില്ലാതെയുള്ള വിക്രയകൾ സഭയിലെ വിശ്വാസികൾക്കും സ്കൂളിലെ അധ്യാപകർക്കും അയച്ചു കൊടുക്കും, തന്നെ നശിപ്പിച്ചതിന് പോലീസിൽ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു വിരട്ടിയാണ് പാതിരിയുടെ കയ്യിൽ നിന്നും പണം നേഹ ഫാത്തിമയും കൃഷ്ണജിത്തും കൂടി തട്ടിയെടുത്തത്. തൻ്റെ മാനം കളയരുത്,
എന്ത് വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് അവർ പലപ്പോഴായി പണം ആവശ്യപ്പെട്ടത്. ആദ്യം ഗൂഗിൾ പേ വഴിയും SIB മിറർ ആപ്പ് വഴിയും 2,29,000 രൂപ വാങ്ങിയെടുത്തു. വീണ്ടും പോലീസിൽ പരാതി കൊടുക്കാതിരിക്കണമെങ്കിൽ പണം വേണം എന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഗൂഗിൾ പേ വഴിയും അക്കൗണ്ട് ട്രാൻസ്ഫറും മുഖാന്തരം 39,23,000 രൂപ കൊടുത്തു. വീണ്ടും അത്യാവശ്യമായി ഒരു 10 ലക്ഷം രൂപ കൂടി വേണമെന്നാവശ്യപ്പെട്ട് വിളിക്കുമ്പോഴാണ് കയ്യിലുണ്ടായിരുന്ന സകല കാശും തീർന്നിരുന്ന പാതിരി സഹികെട്ട് ഒടുക്കം വൈക്കം പോലീസിൽ പരാതി കൊടുത്തത്. ഇപ്രകാരം ഒരു കടുംവെട്ടിന് ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹം പരാതിയുമായി പോകില്ലായിരുന്നു. അങ്ങനെ വൈക്കം പോലീസാണ് ബംഗളൂരുവിൽ ആയിരുന്ന രണ്ടിനെയും തന്ത്രപൂർവ്വം ഇവിടെ എത്തിച്ച് തൂക്കിയെടുത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടത്. ക്രൈം നമ്പർ 38/2025 ഇക്കഴിഞ്ഞ ജനുവരി 7-ാം തീയതി രജിസ്റ്റർ ചെയ്ത FIR-ൽ BNS 308 ക്ലോസ് 2, അതായത് എക്സ്ട്രോഷൻ, ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുക, BNS 3 ക്ലോസ് 5, കുറ്റകരമായ ഗൂഢാലോചന, ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ വകുപ്പുകൾ മാത്രമിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്ത് റിമാൻഡിൽ ഇരുവരെയും വിട്ടത്. പാതിരിക്ക് നാണക്കേടുണ്ടാക്കണ്ട എന്ന് കരുതിയായിരിക്കാം മറ്റു വകുപ്പുകൾ ഇടാതിരുന്നത്. പ്രഥമ വിവര ഉള്ളടക്കം ഞാനൊന്ന് വായിക്കാം. പ്രതികൾക്ക് ആവലാതിക്കാരനെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും പണം അപഹരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി രണ്ടാം പ്രതിയും ഒന്നാം പ്രതിയായ തൻ്റെ കാമുകിയും ആവലാതിക്കാരനുമായുള്ള ന്യൂഡ് വീഡിയോസ് പബ്ലിഷ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി 2023 ഏപ്രിൽ 24-ാം തീയതി മുതൽ ഗൂഗിൾ പേ വഴിയും SIB മിറർ ആപ്പ് വഴിയും 2,29,000 രൂപ വാങ്ങിയെടുത്തും ഒന്നാം പ്രതി 2023 മെയ് മുതൽ ആവലാതിക്കാരനെ കൊടുക്കും എന്ന് ഭീഷണിപ്പെടുത്തി ഗൂഗിൾ പേ വഴിയും അക്കൗണ്ട് ട്രാൻസ്ഫർ മുഖാന്തരവും 39,23,000 രൂപ വാങ്ങിയെടുത്തും 6/1/2025 വീണ്ടും ഭീഷണിപ്പെടുത്തി 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നുള്ളത്. FIR-ൽ രണ്ടാം പ്രതിയുടെ പേര് കൃഷ്ണജിത്ത് എന്നാണെങ്കിലും വാർത്തയിൽ വന്നപ്പോൾ അത് സാരഥി 29 വയസ്സ് എന്നായി മാറി. തേര് തെളിച്ച് നടക്കുന്നവൻ എന്ന രീതിയിൽ കാൽപ്പനികമായി നൽകിയതാണോ എന്നറിയില്ല. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ സിജോ ജോയി മേനാച്ചേരി പാതിരിയുടെ യാതൊരു വിവരമോ ഫോട്ടോയോ പുറത്തു പോകാതെ ആത്മാർത്ഥത കാണിച്ചു. പാതിരിയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു അപ്പാവിയായിരുന്നുവെങ്കിൽ സ്ത്രീപീഡനത്തിന് അവൻ ആയുഷ്കാലം പുറത്തിറങ്ങാത്ത രീതിയിൽ അവനെ അകത്താക്കുമായിരുന്നു. ദ്വയാർത്ഥ കമൻറ്റുകൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ നടന്ന പ്രകടനങ്ങളും പുകിലുകളും നാം കണ്ടതാണ്. പ്രതിക്ക് ജയിലിൽ അപ്പിയിടുവാൻ ജയിൽ സൂപ്രണ്ടിൻ്റെ കക്കൂസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുവാൻ 4 പെണ്ണുങ്ങളുമൊത്ത് മധ്യമേഖലാ ജയിൽ DIG തന്നെ നേരിട്ട് എഴുന്നള്ളുന്നത് നാം കണ്ടതുമാണ്. പിന്നെ ഇതൊക്കെ എന്ത്? ഒരു സന്യസ്തനായ വൈദികൻ രാജഗിരി അമല പബ്ലിക് സ്കൂൾ പോലെയുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സ്കൂളിൽ ഒഴിവുണ്ടോ എന്ന് ചോദിച്ചു വിളിച്ച ഒരു 25-കാരിയുമായി ചെയ്യാവുന്ന ഇടപാടുകൾ എല്ലാം നടത്തി. അവസാനം നഗ്ന ഫോട്ടോ അവളെടുത്തു. കാശുപോയേ എന്ന് പറഞ്ഞ് പിന്നീട് കേസ് കൊടുക്കുക, അകത്താക്കുക. നേഹാ ഫാത്തിമയെയും സുഹൃത്തായ കൃഷ്ണജിത്തിനെയും ന്യായീകരിക്കുകയല്ല ഞാൻ. രണ്ടിനെയും അകത്താക്കുക തന്നെ വേണം. പക്ഷേ അതുപോലെയോ അതിനേക്കാളുമോ വലിയ കുറ്റമല്ലേ ഈ പാതിരിയും ചെയ്തത്? അവർ ഗജഫ്രോഡുകളായിരിക്കാം. അപ്പോൾ തേൻ നുകരാൻ പോയ ഈ പാതിരി ആരാണ്? പിടിക്കപ്പെടാതെ തേൻ നുകരുന്നവനാണോ സന്യസ്തൻ? എന്നിട്ട് അവരുടെ ഫോട്ടോ സ്റ്റേഷനിൽ നിർത്തി പോലീസിനെ കൊണ്ടെടുപ്പിച്ചിട്ട് സകലമാന മാധ്യമങ്ങളിലും കൊടുപ്പിച്ച് പകവീട്ടുക. ഇതൊക്കെ ശരിയാണോ പാതിരി? പാതിരിയെ മാത്രം വെള്ളപൂശുവാനാണോ പോലീസ്? ഒരു വെള്ള നൈറ്റിയും കയ്യിൽ കണക്കില്ലാത്ത നേർച്ചക്കാശും കൂടെ നിൽക്കുവാൻ സഭയുമുണ്ടെങ്കിൽ ഇവിടെ പാതിരികൾക്ക് എന്തുമാകാമോ? ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ലവ് ജിഹാദിൽ പെടരുതെന്ന് പള്ളിയിൽ നിന്ന് വലിയ വായിൽ പ്രസംഗിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് പാതിരി തേൻകണിയിൽ ഒട്ടിപ്പോകുന്നത്? CMA സഭ അടിയന്തരമായി ഒരു സിനഡ് കൂടി കുറച്ച് കടുക്കാലേഖ്യം ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കി പിതാക്കന്മാരും കൊച്ചുപാതിരികളുമെല്ലാം വട്ടത്തിലിരുന്ന് ശാപ്പിടുക, കുറച്ച് വെള്ളവും കുടിക്കുക. അടക്കമില്ലാത്ത അംശവടി അടങ്ങിക്കിടക്കുവാൻ ഇത് നല്ലതാണ്. ഫയൽമാൻ സിനിമയിൽ ഫയൽമാൻ ചെയ്തതുപോലെ റേഡിയേറ്റർ ചൂടാകാതിരിക്കുവാൻ വല്ല തുണിയും നനച്ച് കെട്ടുകയോ ഇടക്കെട്ട് കുറച്ചുകൂടി വരിഞ്ഞു മുറുക്കി കെട്ടുകയോ കൂടി ചെയ്യുക. എന്നും നമുക്ക് സാത്താൻ്റെ മണ്ടയ്ക്കിതൊന്നും വെക്കാൻ പറ്റില്ല. ഇതിനൊക്കെ ഒരു പരിധിയില്ലേ? പിന്നെ കർത്തൃപ്രാർത്ഥനയിൽ കാലാനുസൃതമായ മാറ്റം നിങ്ങൾക്ക് വേണ്ടി വരുത്താവുന്നതാണ്. പരീക്ഷയിൽ അകപ്പെടാതെ കാത്തുകൊള്ളണമേ എന്നതിന് പകരം തേൻകണിയിൽ പെടാതെ കാത്തുകൊള്ളണമേ എന്നാക്കിയാൽ പ്രാർത്ഥനയുടെ ആ ഫലം കൂടും എന്നാണ് എൻ്റെ ഒരിത്. ഇതൊരിക്കലും നിങ്ങളെ ഇകഴ്ത്തുവാനല്ല, മറിച്ച് നമ്മുടെ പാതിരിമാരെല്ലാം തേൻകണിയിൽ ഒട്ടി സഭ ഒടുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ ഞാൻ എൻ്റെ കടമ ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങളുടെ ചൂടേറിയ ഫോൺ വിളികൾക്കിടയിൽ പ്രാർത്ഥിക്കുവാൻ സമയം കിട്ടിയാൽ ഈ ഉള്ളവനും കൂടി പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് പോവുക. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.